കോച്ചിങ് ക്ലാസ് തുടങ്ങാം നമുക്ക്. ഇന്നലെ ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു. കമന്റ് ബോക്സിൽ പലരും ഉത്തരം ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചോദിച്ച ചോദ്യം ഇതായിരുന്നു: കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനം ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനം ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരുന്നത്. സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയാണ് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനം. എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡൗട്ട് വരാം. അതുകൊണ്ട് ആവർത്തിച്ച് ഇന്നത്തെ ഒരു ചോദ്യത്തിൽ ഞാൻ ഒരു ചോദ്യം വേണമെങ്കിൽ ആവർത്തിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം. അത് മറക്കരുത്. ഇരവികുളം. ഒന്നാമത്തെ ഇരവികുളവും രണ്ടാമത്തെ സൈലന്റ് വാലിയും. ഇത് രണ്ടും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അങ്ങനെ ഓർഡറായിട്ട് പഠിച്ചാലാണ് കാര്യമുള്ളത്. രണ്ടാമത്തെ ചോദ്യം: ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഊർജ സംരക്ഷണ നിയമത്തിന്റെ പിതാവ്. ഊർജ സംരക്ഷണ നിയമത്തിന്റെ പിതാവ് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഉത്തരം കൃത്യമായിട്ട് പറയാവുന്നതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ്. നമുക്ക് മെമ്മറിയിൽ കൊണ്ടുവരാവുന്ന കാര്യമാണ് അല്ലെ? ആരാണ് ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് ചോദിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് കൃത്യമായിട്ട് മറുപടി പറയാം. മൂന്നാമത്തെ ചോദ്യം: വിലാസിനിയുടെ തൂലിക നാമം വളരെ പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളും PSCക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. MK മേനോനാണ്. MK മേനോൻ ആണ് വിലാസിനിയുടെ തൂലിക നാമം. ഇനി കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചോദിക്കാം. കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് രണ്ട് ചോദ്യം കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദ്യമാണ്. നിരന്തരമായി 17 തവണ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആര്? നിരന്തരമായി 17 തവണ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആര്? ഉത്തരം സിദ്ധരാമയ്യ ആണ്. കർണാടക. സിദ്ധരാമയ്യ കർണാടകയിലെ മുഖ്യമന്ത്രിയാണ്. 17 തവണ നിരന്തരമായി സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അഞ്ചാമത്തെ ചോദ്യം: അന്റോണിയ ഗുട്ടറസ് ആണ് നിലവിലെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ. UN സെക്രട്ടറി ജനറൽ, യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ അന്റോണിയ ഗുട്ടറസ് ആണ് നിലവിലെ ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ. ഓർമ്മ വയ്ക്കേണ്ട കാര്യമാണ്. ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്റോണിയോ ഗുട്ടറസ് എന്ന് ആൻസർ നിങ്ങൾ ചെയ്യണം. ഇനി നിങ്ങളോട് നാളത്തെ ഒരു ചോദ്യം ചോദിക്കാം. നാളത്തെ ചോദ്യം നമ്മൾ ചോദിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ആർട്ടിക്കിൾ 24 എന്താണ്? ഒന്നുകൂടെ ആവർത്തിക്കാൻ ചോദ്യം: ആർട്ടിക്കിൾ 24 എന്താണ്? ഞാൻ ശിവദാസൻ നന്ദിയാട്ട്, വൺ സ്ട്രഗിൾ മീഡിയ. പരമാവധി നിങ്ങൾ ലൈക്ക് അടിക്കുകയും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുകയും വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് വൺ സ്ട്രഗിൾ മീഡിയയിൽ ഇടുന്നത്. പരമാവധി പേരിലേക്ക് നിങ്ങൾ എത്തിക്കാനും ഇതിന്റെ വ്യാപനം ഉണ്ടാവണമെന്നും 5 ചോദ്യം വെച്ച് തന്നെ പഠിച്ചാൽ തന്നെ അത്യാവശ്യം ഒരു ആവറേജ് കോമൻസ് നമുക്ക് ഉണ്ടാവും. പക്ഷെ ഒന്നും പഠിക്കാതിരിക്കുന്നേക്കാളും ഭേദമാണ് 5 ചോദ്യങ്ങളും പഠിക്കുന്നത്. തുടക്കക്കാർക്ക് ആണ് നമുക്ക് കുറേ കൂടി ഉദ്ദേശിച്ച് ചെയ്യുന്നത്. അടുത്ത വളരെ പെട്ടെന്ന് എക്സാം വരുന്നവർക്കും തന്നെ 5 ചോദ്യം പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയം വളരെ കുറവായതുകൊണ്ടാണ് വളരെ 5 ചോദ്യത്തിൽ പരിമിതപ്പെടുത്തുന്നത്. ഓക്കെ, താങ്ക് യു.